സ്വർണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളത് ആദ്യം പറയണം എന്നോടായിരുന്നു. എന്തിനും ഏതിനും നിങ്ങൾ പഞ്ചരത്നങ്ങൾ എന്നോടും ആകാശനോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ടല്ലോ. ഇത് മാത്രം എന്തേ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാൻ തോന്നിയില്ല? നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ രഹസ്യമായിട്ടെങ്കിലും എന്നെ ഇവനെ അറിയിക്കാമായിരുന്നല്ലോ. ഞാനതിന് പരിഹാരം കാണുമായിരുന്നല്ലോ. ഇതിപ്പോ അംബിക നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിൽ കള്ളിയായി. കരഞ്ഞ് കാല് പിടിച്ചിട്ടാ ദിവ്യപ്രഭയുടെ അമ്മ യാമിനി കേസുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. അവര് വാശി പിടിച്ച് കേസ് കൊടുത്തിരുന്നെങ്കിലേ അംബിക എന്ന് വഞ്ചനാക്കുറ്റത്തിന് അകത്തായനെ. അംബിക കള്ളത്തരം കാണിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്നെ പോലെ ഡീസന്റായ എത്ര പേര് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ചേട്ടത്തി, ഇത് ഞങ്ങളുടെ കുടുംബകാര്യാ. ഇതിൽ കയറി അഭിപ്രായം പറയണ്ട. എത്ര ചീത്തയാണെന്ന് പറഞ്ഞാലും അവരെന്റെ അമ്മയാണ്. എന്റെ അമ്മയെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് പരസ്യ വിചാരണ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും.